അതേ മഞ്ഞളിന്റെ പൂക്കളൊന്നും ഉണ്ടാവില്ലല്ലോ, പ്രേമലും ഉണ്ടാവില്ലല്ലോ. നമ്മുടെ സൂചനാ സമരം എന്താണ്? ആ ഗവൺമെന്റിനെതിരെയാണെന്ന് വ്യക്തത വരുത്തേണ്ടതുണ്ട് എന്ന് ഞാൻ തോന്നി. ബിക്കോസ് കഴിഞ്ഞ പ്രാവശ്യം വിളിച്ച് പത്രസമ്മേളനത്തിൽ നമ്മൾ ആഞ്ഞി പറഞ്ഞു, അതെല്ലാം ഉറപ്പിച്ചു പറഞ്ഞു, ഒരു 1 day ടോക്കൺ സ്ട്രൈക്ക് എന്നുള്ളത്. പക്ഷെ പിന്നെ വന്നത് ജൂണ് നടക്കാൻ പോകുന്ന നടക്കുമെങ്കിൽ ആവശ്യം വന്നു കഴിഞ്ഞാൽ നടക്കുമെന്ന് പറഞ്ഞ സ്ട്രൈക്കിനെ പറ്റി അത് വളരെ പരിതാപകരമായിരുന്നു. മീഡിയയുടെ സൈഡിൽ ഒപ്പം ഞങ്ങൾ അതൊരിക്കലും ഞങ്ങൾ പറഞ്ഞത് ഇതൊക്കെ നടന്നില്ലെങ്കിൽ മാത്രമാണ്. ആ സമയത്ത് ഡെഫിനറ്റ് ആയിട്ട് ഇപ്പം നിങ്ങൾ ചോദ്യത്തിന് ഉത്തരം പറയുന്നത്, അതായത് ആ സമയത്ത് ഞങ്ങൾ അങ്ങനെ ഒരു സ്ട്രൈക്കിലേക്ക് പോകണം. അതിൻ്റെ ഇടയിൽ എത്രയോ സമയങ്ങളുണ്ട്. ആ സമയത്തിനുള്ളിൽ ചർച്ചകൾ അല്ലെങ്കിൽ അതിൻ്റെ വഴികളുണ്ടാവും. ഇതൊന്നും ഉണ്ടായില്ലെങ്കിൽ മാത്രമാണ് ഇൻഡെഫിനിറ്റ് സ്ട്രൈക്ക് എന്ന് നമ്മൾ പറഞ്ഞത്. അപ്പൊ അതിന് സമയമില്ലേ? അതിനെപ്പറ്റി ഇപ്പോഴേ പറയണ എങ്ങനെയാണ്? എല്ലാം ഞങ്ങളുടെ ഉണ്ട്. ഇപ്പൊ നമ്മൾ അതിനെപ്പറ്റി വിശദീകരിക്കാൻ തയ്യാറല്ല. ഞങ്ങൾ കുറക്കണ്ട ഞങ്ങൾ പറഞ്ഞതാണ്, ഞങ്ങൾക്ക് കുറക്കണ്ട. അവരാരും തന്നെ ഞങ്ങൾക്ക് നിർബന്ധമുണ്ടോ? ഇന്ന ആർട്ടിസ്റ്റിന് വേണ്ടി കടമെടുക്കണമെന്ന് നിർബന്ധമുണ്ടോ? പ്രൊഡ്യൂസേഴ്സ് ഉദ്ദേശിച്ചിട്ട്, ചേംബറിന് ഉദ്ദേശിച്ചിട്ട് ഒന്നുമില്ല. ഞങ്ങൾ അതിനുള്ള വഴികൾ കണ്ടെത്തിക്കോളാം സാർ. എങ്ങനെയാണ് മഞ്ഞയിൽ വിരിഞ്ഞ പൂക്കൾ എന്ന് പറയുന്ന സിനിമ ഉണ്ടായിരുന്നത്? അല്ല, തീർച്ചയായിട്ടും അല്ല. അല്ല, തീർച്ചയായിട്ടും അല്ല. അതേ മഞ്ഞയിൽ വിരിഞ്ഞ പൂക്കളൊന്നും ഉണ്ടാവില്ലല്ലോ, പ്രേമലും ഉണ്ടാവില്ലല്ലോ, അങ്ങനെ മറ്റുള്ള പടങ്ങളൊന്നും തന്നെ ഇവിടെ ഉണ്ടാവില്ലല്ലോ. അപ്പൊ അത് ഭൂമിയുടെ കാര്യമില്ല.